അല്ല, കാരണം എന്താ വെച്ചാല് വളരെ സ്മാർട്ടായിട്ട് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോ എന്നാ പിന്നെ ഒന്ന് കളിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചു വെച്ചു ഞാനിവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെയുള്ള അമ്മ കഥാപാത്രം ഫസ്റ്റ് ഓർമ്മ വരുന്ന മുഖം തീർച്ചയായിട്ടും അതിൽ വരുന്ന ടോപ്പ് 5 അമ്മമാരിൽ ടോപ്പ് 1 അമ്മമാരിൽ തീർച്ചയായിട്ടും. നിനക്കൊക്കെ പേരിമാസനം പറയിപ്പിക്കാനായിട്ടെന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ ആയിരിക്കണം. അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോ ഞാനായിരിക്കും. അപ്പൊ അവന് എന്നെ വിളിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിക്കും കിട്ടട്ടെ. ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ട്രെയിലറിന്റെ താഴെ നല്ലത് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മോശം കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആ പടത്തോടെ അവസാനിച്ചു. ഇല്ല, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഫിലിം മേക്കിങ്ങിലും ഞാൻ ഉണ്ടാക്കി വെച്ചല്ല, ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കി ആലോചിച്ച് വെച്ച കഥകൾ സിനിമയാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാവർക്കും നമ്മൾ സിനിമയിൽ സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിലിം മേക്കിംഗ് ആണ്. അപ്പം ആദ്യ സിനിമ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ എനിക്ക് വിഷമങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ആദ്യ സിനിമ എനിക്ക് പ്രിയപ്പെട്ടതല്ല. ഇതിനൊരു ബാലൻസ് ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ 2 ഫ്ലോപ്പ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളൊക്കെ വട്ടായി പോകും. ഇതൊക്കെ തന്നെ. അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസിൽ ജയസൂര്യ പറയുന്ന പോലെ സിനിമ എനിക്ക് സൗഹൃദം കൂടിയാണ്. അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ പലതും അങ്ങനെയുള്ള സുഹൃത്ത് ഫലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിനിമകളാണ്. എപ്പോഴും സിനിമയുള്ളിടത്തോളം കാലം മലയാള സിനിമകളെടുത്തോളം കാലം ഞാനുണ്ടാവും. ഉറപ്പല്ലേ? ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് എൻവി. ഇന്ന് 3 അതിഥികൾ നമ്മൾ ചോദിച്ചു ഐഡിയ എന്ന സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ. നമസ്കാരം. അതിഥികൾ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഇതിന് മുന്നേ ഇങ്ങനെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ? ആദ്യത്തെ പരിപാടി ഉദ്ഘാടനം ചേട്ടൻ്റെ അടുത്ത് നിന്ന്, രാശിയുള്ളവരുടെ അടുത്ത് തന്നെ തുടങ്ങണമെന്നാ പറയാറുള്ളത്. ചായ് ടോക്സ് വിത്ത് എൻവി. പിന്നെ ചായ കിട്ടി, അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വെറൈറ്റി അല്ലേ? ഒരു പരിപാടിയുടെ തുടക്കമാണല്ലേ ഇന്നത്തെ ദിവസത്തെ അവസാനം ഒരു പരിപാടിയുടെ തുടക്കം. കറക്റ്റ് ഐശ്വര്യമുള്ളവർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെച്ചിട്ട് കയറ്റാന്നല്ലോ. പൊതുവെ നമ്മുടെ ഓൺലൈൻ മീഡിയയിലെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു മുഖം ഉണ്ടെങ്കിൽ ധ്യാൻ ചേട്ടനാണ് പറയുന്നത്. ഐശ്വര്യമുള്ള മുഖം അല്ലേ? സ്മിനി ചേച്ചി കറക്റ്റ് അല്ലേ പറഞ്ഞു? അതാണ് ആ ഒരു കോംബോ പറയുമ്പോൾ തന്നെ ധ്യാനൂട്ടന്റെ സ്മിനി ചേച്ചി, സ്മിനി ചേച്ചിയുടെ ധ്യാനൂട്ടൻ. ശരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ശരിക്കും അങ്ങനെ ടോക്ക് ഉണ്ട്. ശരി, അങ്ങനെ കണ്ടായിരുന്നോ? ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എന്തിനാ അറിയുന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ചല്ലേ. കോട്ടയത്തല്ലേ വീട്? കോട്ടയത്തല്ലേ? അതിന്റെ ചായ കാപ്പിയല്ലേ? കാപ്പി ഉണ്ട്. നിങ്ങള് കോട്ടയക്കാര് കാപ്പി അല്ല, എങ്ങനെയാണ് ധ്യാൻ ചേട്ടനെ കൺവിൻസ് ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. കൺവിൻസ് ചെയ്യുന്നില്ലേ ഈ ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള. അല്ല, നോർമലി പറയുന്നുണ്ട് ധ്യാൻ ചേട്ടനൊന്ന് മുട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സത്യം, ഞാൻ 2-3 ഫ്രണ്ട്സ് കഥ പറയാണ്ട് ധ്യാൻ ചേട്ടനായിട്ട് കഥ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു, ധ്യാൻ ചേട്ടൻ തിരക്കാണ്, ഫുൾ ബിസിയാണ് ആ മനുഷ്യൻ, വെറുതെ നീ ഡിസ്റ്റർബ് ചെയ്യാൻ. നീ ഇല്ലാത്ത ഓരോന്നും പറഞ്ഞു തന്നെ എന്റെ പടം ഇല്ലാണ്ടാക്കുമോ? ഇങ്ങനെ വരുന്ന പടങ്ങൾ അത് കുറഞ്ഞ കുറച്ച് പടങ്ങൾ ഇവനാണ് അപ്പം പറഞ്ഞിട്ടുണ്ടാക്കുന്നില്ല. എന്റെ എണ്ണം കുറെ. എല്ലാ വെള്ളിയാഴ്ച നോക്കിയാൽ ധ്യാൻ ചേട്ടന്റെ ഒരു പടം തിയേറ്ററിൽ മസ്റ്റാണ്. സാധാരണ ഞാനിപ്പം ബാക്കപ്പ് വെക്കുന്നത് വെച്ചാൽ 10-15 ബാക്കപ്പ് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് 2020 എനിക്കും കുറഞ്ഞു. ഞങ്ങൾക്ക് 2 പേർക്കും കുറഞ്ഞു. നീയാണ് ഇപ്പൊ പലരോടും പോയി പറയുന്നത് ഞാൻ തിരക്കാണ്. നമ്മള് തിരക്കുണ്ടെങ്കിൽ നമ്മള് കുത്തി കയറ്റും. ഒരു കാര്യം കറക്റ്റ്, തിരക്കാണ്, പക്ഷെ നമ്മൾ സമയം കണ്ടെത്തും. എല്ലാത്തിനും സമയം കണ്ടെത്താൻ അതൊരു വലിയ കഴിവാട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. പക്ഷെ അത് ചോദിക്കാനുള്ള നിങ്ങളെ 2 പേരും കാണുമ്പോൾ ഭയങ്കര രസമാണ്. നടന്നു വരുന്ന ഒരു അമ്മ മകൻ നടന്നവരൊരു ഭയങ്കര ഫണ്ണായിട്ടൊരു കോംബോ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്ക്രീനിൽ ഇതുവരെ ആർക്കും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ആ ഒരു കോംബോ തോന്നിയിട്ടുണ്ടോ? അതിപ്പോ നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാരും കോംബോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ ഒരു കോംബോ വന്നു എന്റെ ഒരു ആഗ്രഹം. അല്ല, ഈ ഒരു കോംബോ പറഞ്ഞ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ?
ചേട്ടനെ ചിന്തിക്കുന്ന പോലും ഇല്ല. ഞാൻ സത്യം ചിന്തിക്കുന്നു. എനിക്ക് ആരെ കിട്ടി നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആളുമായിട്ട് ഇപ്പൊ എനിക്ക് എന്നോട് അജുവായിട്ടൊരു കൊമ്പ വേണോ അല്ലെങ്കിൽ ഇതായിട്ട് വേണോന്നൊക്കെ നമുക്ക് മടുത്തു. നമ്മളൊരാളെ കണ്ട് തീർച്ചയായിട്ടും നമ്മള് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ വീണ്ടും സ്ക്രീനിങ്ങിന് ഷെയർ ചെയ്യുന്നത് ആക്ച്വലി രസമില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും കുറച്ച് നമുക്കൊരു കൗതുകമൊന്നുമില്ലല്ലോ അതിനകത്ത്. അപ്പൊ ചില സമയത്ത് നമുക്ക് അല്ല എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട്, ആഗ്രഹം നല്ല കോംബോ. എനിക്കല്ല ഇവിടെ എങ്ങനെ ഒരു അമ്മോകനാണെന്നോ ഒരു പക്ക വൈബായിട്ടുള്ള അമ്മയാവണമെന്നാണോ അതോ അച്ഛൻ്റെ അമ്മ പോലെ, അതുപോലെ അമ്മയും, അതൊരു കോംബോ ഇല്ലേ? കോംബോ അങ്ങനെ ഒരു അടിപൊളി കോംബോ വരണം ഭയങ്കര. തീർച്ചയായും ഇത് കേൾക്കുന്ന ഏതെങ്കിലും സംവിധായകരുണ്ടെങ്കിൽ ആ കോംബോ വർക്കൗട്ടോ അല്ലേ? ഞാനെ വിളിക്കുമായിരിക്കും, പക്ഷെ അമ്മ വേറെ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ചേട്ടൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കണ്ടേ? ഇല്ല. ശരിക്കും ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മുടെ കരിയോഗ്രാഫി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ജാൻ ചേട്ടനോടൊപ്പം മത്സരിക്കുന്ന ഒരു ആക്ടർസ് നോക്കിയാൽ സ്മിനി ചേച്ചിയാണ്. എന്റെ അടുക്കള നിന്നോട്ടോ, ഞാനോട്ട് ഇനി പൈലറ്റൂടെ ഉള്ളു ചെയ്യാൻ. ഞാൻ അടുക്കളന്ന് പുറത്തിറങ്ങിട്ടെ ഏതൊരു ജഡ്ജിയുടെ ചേർന്ന് ചെയ്തു. പൈലറ്റും കലക്ടറും അല്ല ഞാൻ പറയില്ല, വെള്ളിയാഴ്ചകൾ ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഇങ്ങനെ മുന്നേറി പോകണേ തൊട്ട് പുറകെ എല്ലാ വെള്ളിയാഴ്ചകളും പിടിക്കാനായിട്ട് പിന്നെ മക്കളുടെ പുറകെ അല്ലേ അമ്മ ഉണ്ടാവും. അതും ജീവിതം എല്ലാവരും കണക്ട് ചെയ്ത് മക്കളെ പുറകെയല്ലേ അമ്മ ഉണ്ടാവും. ശരിക്കും ഭയങ്കര രസമുണ്ട്. അപ്പോൾ കരിയറിൽ അങ്ങനെ പിടിച്ചിരിക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരു ആക്ടർ ചേച്ചി തുടങ്ങിയ പോയിന്റിൽ നിന്ന് ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്ന പോയിന്റ് വരെ നോക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ എത്രയായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നും ഡിഫറെന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഞാൻ പറയാറുണ്ട് എപ്പോഴെങ്കിലും. അല്ല, എന്നോട് കുറേ ഡയറക്ടർമാർ ചില സിനിമകൾ വന്നിട്ട് ചേച്ചി ഇനി അമ്മ വേഷങ്ങൾ ചെയ്ത് ഞങ്ങളുടെ സിനിമയിൽ ഈ ഒരു കഥാപാത്രം ഒരു എക്സാമ്പിൾ വന്നത് തരാൻ വേണ്ടി ഉണ്ട്. ആ സിനിമ എന്ന് തുടങ്ങും എപ്പോഴാണ് എന്നൊന്നും നമുക്കറിയില്ല കഥാപാത്രം. പക്ഷെ നമുക്ക് കിട്ടുന്നത് നല്ല ഡയറക്ടറോടെ ആയിരിക്കാം, അല്ലെങ്കിൽ നടന്മാരുടെ അമ്മമാരായിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അവസരങ്ങൾ നമ്മളെ തേടി വരത്തൊന്നുമില്ല. നമുക്ക് ചില സമയങ്ങളിൽ ചില ഹാമ്യമൂല ഓട്ടത്തിലെ പോലെ ഞാൻ എങ്ങനെയോ സിനിമയിലെത്തി ശ്രീനേട്ടൻ കാരണമെന്ന് തന്നെ ഞാൻ എപ്പോഴും പറയും. അപ്പം അങ്ങനെ എത്തിയ ഒരാൾക്ക് ചൂസ് ചെയ്യേണ്ട അവസരം ഇതില്ല, കിട്ടുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരിക, എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ. ഇപ്പം ഇത് പറഞ്ഞില്ല, ഒരു അന്വേഷണത്തിന് തുടക്കം ഒരു 3 മിനിറ്റ് പോലും ഇല്ല, പക്ഷേ അതിൽ ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രത്തെ അതിനെ എത്രയും നല്ലതാക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം വന്നത് ഇപ്പം ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതലും ഈ അടുക്കള, അതിനകത്ത് പച്ചക്കറി മസ്റ്റാണ്. ജഡ്ജിയായിട്ടുള്ളതാണ് പച്ചക്കറി ഇല്ല ഞാൻ കണ്ടേക്കുന്നത്. അല്ല അതേ പറഞ്ഞ അതേ ഉള്ളൂ ഇല്ലാത്തത്, ബാക്കി പക്ഷെ അങ്ങനെ ഞാൻ വീട്ടിലൊരു ഒരു സീനോട് വെച്ചിരുന്നു. അപ്പം ഇനി അങ്ങനെ സെലക്ട് ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിട്ടുമില്ല. പക്ഷെ അടുക്കള എന്ന് പറയുന്നത് നിസ്സാര സ്ഥലമൊന്നുമല്ല. അല്ല എല്ലാവരും പറയുമ്പം ശരിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഓരോരുത്തരും ചോദിക്കും ചേച്ചി എന്നെ ടൈപ്പ് കാസ്റ്റ് ആവുന്ന ആ ഒരു, പക്ഷെ നമ്മള് എന്ന് വെച്ചിട്ട് ഇപ്പം ഇവിടുത്തെ കവിയൂർ പൊന്നമ്മ ചേച്ചി അല്ലെങ്കിൽ ഇവർക്ക് വർഷങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് ലളിതാമ്മ, സുകുമാരിയമ്മ, അത് എളുപ്പമുള്ള ഒരേ തരം റോളുകളാണെങ്കിലും അതേ റോളുകൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ശരിക്കും ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിലെന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവന്നില്ലെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് ഭയങ്കര വിരസത ഉണ്ടാവില്ലേ, മടുപ്പില്ലേ. പ്രത്യേകിച്ച് ഒരേപോലത്തെ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ചെയ്യുന്ന ആൾക്കും മടുപ്പുണ്ടാവും, കാണുന്നവർക്കും മടുപ്പുണ്ടാവും. അത് ഇത്രയും കാലം അങ്ങനെ പിടിച്ചിരുന്നത് ദൈവഭാഗ്യം. അത് ഞാനും അതിനെ പറയാം, ദൈവഭാഗ്യം തന്നെ. ഓരോ സമയം ദൈവം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടെത്തോ, നമ്മളൊന്നും തേടി. ചിലവർ ഈ പറഞ്ഞ പോലെ പോലീസ് ചെയ്ത് പക്ഷെ അങ്ങനെ കൺവിൻസിങ് ആയിട്ട് കാലങ്ങളായിട്ട് പോലീസ് ചെയ്യാന്ന് പറയുന്നത് അത്ര. പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചൂസ് ചെയ്യാറായിട്ടില്ല. ഒന്നുമില്ല, ഉള്ളത് കിട്ടുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ള അമ്മമാരിൽ ഓരോ കാലത്ത് കുറച്ച് അമ്മമാരുണ്ടാവുമല്ലോ, അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള അമ്മ കഥാപാത്രം ഫസ്റ്റ് ഓർമ്മ വരുന്ന മുഖം തീർച്ചയായിട്ടും അതിൽ വരുന്ന ടോപ്പ് 5 അമ്മമാരിൽ ടോപ്പ് 1 അമ്മയായിരിക്കും. എന്തോ വേണം എനിക്ക് അല്ലേ? തീർച്ചയായും പ്രേക്ഷകരുടെ ഉള്ളിൽ അങ്ങനെ ഒരു കഥാപാത്രം നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ഫേക്ക് ഐ ഡിയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇച്ചിരി ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണല്ലോ. ജാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമാണ്. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ ഫേക്ക് ഐ ഡീസ് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? ഇല്ല, ഞാൻ പൊതുവെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം പൊതുവേ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺ ആൻഡ് ഓഫായിട്ടും ഇടക്ക് കയറി ഇതാക്കും. ഒരാഴ്ച, ഞാൻ പറഞ്ഞാൽ ഒരാഴ്ച കൂടുതൽ. ഇപ്പം ഞാൻ 6-7 മാസമായിട്ട് 1 വർഷത്തോളമായിട്ട് ഫേസ്ബുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല.
ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ 5 വർഷത്തിനിടയിൽ കുറച്ച് സമയം വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും, പിന്നെ തിരിച്ചെന്തെങ്കിലും ലോഗിൻ ചെയ്യും, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ള ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് പണ്ടറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള അവരുടെ വിശേഷങ്ങളും, കാരണം ഞാൻ പല സുഹൃത്തുക്കളായിട്ടൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് സംസാരിക്കാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കുക, അല്ലെങ്കിൽ ഞാൻ പൊതുവേ വേറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുന്നത് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ തുറന്നിട്ട് വർഷങ്ങളായി. ഇൻസ്റ്റ എനിക്ക് തോന്നുന്നു ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനം. ചുമ്മാ അല്ല, ഞാൻ നമ്മൾ ആ ഫോട്ടോ ഇട്ടിട്ട് കൊളാബ് ചെയ്യാണ്ടിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഓർത്തെ അതിന്റെ ഒരു പിണക്കമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനതിനെ വലിയ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമുക്ക് ഇങ്ങനത്തെ അരുൺ പറഞ്ഞ കഥകളും പരിപാടികളൊക്കെ പലരും പറഞ്ഞിട്ട് അറിയാം. ഈ പറഞ്ഞ ഓൺലൈനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തയിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടൊക്കെ അറിയാമെന്നല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ ഫേക്ക് അടിയിൽ നിന്ന് മെസ്സേജ് വരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പൊതുവേ തെറി വിളിക്കുന്ന തെറി ഒഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമുള്ളതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന അവർക്കും അറിയാം. വിളിച്ചിട്ട് എനിക്ക് ഇവനെ വിളിച്ചിട്ടൊരു കാര്യം. അപ്പം അങ്ങനത്തെ ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഇപ്പൊ അതൊക്കെ ട്രാക്കൊക്കെ മാറിയിട്ട് ഇപ്പം വലിയൊരു സ്റ്റാർ ലെവലിലേക്ക് ഒന്ന് ഇപ്പൊ കാണാൻ തുടങ്ങിയില്ലേ? അങ്ങനെ ഇവിടെ അങ്ങനെ എനിക്കൊന്നുമില്ല, അങ്ങനെ ആരും തന്നെ ഇവിടെ ഒരു ലെവലിലെത്തിയത്. എല്ലാ കാലത്തും എല്ലാവർക്കും തെറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അന്ന് തെറി കേട്ടവർ ഒന്ന് സൂപ്പർ സ്റ്റാറുകൾ. പിന്നെ തെറി വിളിക്കുന്നതുകൊണ്ട് അവരിപ്പോ അവര് വലിയ മഹാന്മാരൊന്നുമല്ലല്ലോ വിളിക്കുന്നത്, മഹാന്മാരല്ല മഹാന്മാരൊന്നുമല്ലല്ലോ വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു ജോലിയില്ലാത്ത ഇപ്പൊ എന്നോട് ഞാൻ ചില മെസ്സേജിന്റെ താഴെ ചില പോസ്റ്ററിന് താഴെയൊക്കെ കാണുന്നുണ്ട്, നിനക്കൊക്കെ പേരിമാസനം പറയിപ്പിക്കാനായിട്ട് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ ആയിരിക്കണം, ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അവൻ വീട്ടില് സത്യം പറഞ്ഞാൽ അവര് വീട്ടിൽ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും ടോർച്ചറും അവർക്ക് ഇത് തന്നെ ആയിരിക്കും അവനെ പറ്റി ഇവൻ വീട്ടിലെ നാട്ടിലൊക്കെ പറയുന്നുണ്ടാവും. പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത് അതിന് എന്നിൽ അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പൊ അവന് എന്നെ വിളിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും കിട്ടട്ടെ, അവൻ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവനൊരു സന്തോഷം ഉണ്ടാവട്ടെ. അത് നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എന്താന്ന് തോന്നിപ്പോ അത് ഞാൻ ഞെട്ടിപ്പോയത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ട്രെയിലറിന്റെ താഴെ നല്ലത് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മോശം കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആ പടത്തോടെ അവസാനിച്ചു. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ വിനീതേട്ടനെ എടുത്താലും ധ്യാൻ ചേട്ടനെ എടുത്താലും കുറച്ചുകൂടെ ബുദ്ധി കൂടുതൽ ധ്യാൻ ചേട്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴാണ് മനസ്സിലായത്. അല്ലല്ല കാരണം വെച്ചാല് ഭയങ്കര വിനീതിന്റെ പടത്തിൽ പോയി ഉള്ള ചാൻസ് കൂടെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യം കൊണ്ട് അതും പോയി. അല്ലല്ല കാരണം എന്താ വെച്ചാല് വളരെ സ്മാർട്ടായിട്ട് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ധ്യാൻ ചേട്ടൻ. ഇപ്പൊ ഇതിലിപ്പോ കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇതായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ വെറുതെ പ്ലാൻ ചെയ്ത് കളിക്കുക അങ്ങനെ. ഞാനിപ്പോ ഒന്നാ പിന്നെ ഒന്ന് കളിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചോ, ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാ വിചാരിച്ച് എന്തിന് അതൊരു ബാധ്യതയല്ലേ. ഞാനിപ്പോൾ ഇപ്പം ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോൾ സഞ്ജു 1000 DBs കഴിഞ്ഞ് നിൽക്കുന്നു. സഞ്ജുവിന് ഭയങ്കര, ഞാൻ ഫസ്റ്റ് അവനെ വിളിച്ചിട്ട് ഞാൻ അവനെ മാറ്റി നിർത്തി പറഞ്ഞടാ, കുറേ പേര് നിൻ്റെ അടുത്ത് വിളിച്ച് നല്ലത് പറയും, ഇനിയിപ്പോൾ ചൂസ് ചെയ്യണം, ഒരിക്കലും കേൾക്കരുത്, നീ അങ്ങനെ ചെയ്തത് നല്ലത് പറയുന്നവന്മാരെ വേണം അടുപ്പിക്കരുതെന്ന്. കാരണം നല്ലത് പറയുന്ന ആൾക്കാരാണ് ഞാനേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് ഇനിയിപ്പം ഇതേ നോക്കി നല്ല പരിപാടി മാത്രം. സക്സസ് ആണ് ഏറ്റവും വലിയ ബാഗേജ്. ഓക്കെ, നമ്മൾ ഒരു ഹിറ്റ് അടിച്ചു എന്ന് വെച്ചിട്ട് എന്നെ പോലെ ആവാനും പാടില്ല. ഞാൻ വേറെ കാര്യം അല്ലല്ല ഞാൻ പറഞ്ഞ അയ്യോ അങ്ങനെയല്ല പറഞ്ഞല്ല ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രി ഇത്ര ലക്കി ആയിട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ വെച്ചാ ഇതിനൊരു ബാലൻസ് ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ 2 ഫ്ലോപ്പ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾക്ക് വട്ടായി പോകും. വട്ടായി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർഡ് ആയി പോകും. എല്ലാം സക്സസ് അയ്യോ ഇനിയോടു ഉറക്കമില്ല തന്നെ വരും. പിറ്റേ ദിവസം ഇത് ഓടൂല്ലോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ എനിക്ക് അങ്ങനെ എൻ്റെ സിനിമയിൽ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതിൻ്റെ സമയത്തായിക്കോട്ടെ, ഇപ്പം തുടങ്ങാൻ പോകുന്ന സിനിമകളായിക്കോട്ടെ, പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമകളായിക്കോട്ടെ, അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ബാഗേജ് ഞാൻ ഇന്നേ വരെ ക്യാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് ക്യാരി ചെയ്യാത്തടത്തോളം നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ട് കളിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ വളരെ
റൂട്ടഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ, കാരണം ഇവിടെ വലിയൊരു സക്സസ് ഉണ്ടായതുകൊണ്ട് അതൊന്നും നിലനിൽക്കില്ല ഈ പറഞ്ഞ സാധനം. ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഭയങ്കര മെനക്കേടം കൂടെ ഉണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ വളരെ പ്ലാനിങ്ങോടുകൂടി കരിയർ കൊണ്ടുപോയി നമ്മൾ വളരെ ഫിൽട്ടർ ചെയ്ത് സിനിമ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഡിസിഷനൊക്കെ എടുത്ത് പോകുന്നവർക്ക് ഓക്കെ. പക്ഷേ ഇവിടെ എനിക്കത് എത്രത്തോളം മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലാണ്. നമ്മളൊരു ഹിറ്റ് അടിച്ചു, പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു, നമ്മൾ നോക്കിയും കണ്ടും സിനിമ ചെയ്ത് അത് അഥവാ വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ തകർന്നു പോകും ചിലപ്പോൾ. അപ്പം അത്തരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് എനിക്ക് ആക്ടിങ്ങിനോട് ഒരു കരിയർ പ്ലാൻ ഇല്ലാത്തടത്തോളം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ പലതും ബന്ധം, സൗഹൃദം, ഒരു സിനിമാ സെറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സുഹൃത്ത് വീണ്ടും അവനൊരു സിനിമ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രിൻസിപ്പൽ ദിലീപേട്ടൻ്റെ പടം അങ്ങനെ വന്ന സിനിമയാണ്. മലയാളി എന്ന സമയത്ത് ഞാൻ ബിന്ദുവിനെ പരിചയപ്പെടുന്നു. ബിന്ദുവിൻ്റെ സിനിമയാണ് പ്രിൻസ് ആളിയെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്. ആളെ ഉണ്ടാവണം എന്ന് എൻ്റെ ആഗ്രഹം, അത് ചെയ്തു. അത് ദിലീപേട്ടനോ ലിസ്റ്റിനുമായിട്ടുള്ള ബന്ധമേ ഇല്ല, എനിക്ക് ആ ഡയറക്ടറായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അവൻ അസോസിയേറ്റ് ആയിട്ടുള്ള സിനിമ അവൻ്റെ സിനിമ. അതേ ബബ്ബയും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ അവൻ ധ്യാൻചേട്ടൻ പടത്തിൽ എൻ്റെ പടത്തിൽ ഉണ്ടാവണം. അതൊക്കെ അവരുടെ പേഴ്സണൽ, നമ്മൾ അവരുടെ സിനിമയിൽ ഭാഗമാവണം എന്നുള്ള നമ്മളോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് എന്നെ പലപ്പോഴും എനിക്ക് സിനിമകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. ഞാൻ സ്മാർട്ടായിട്ട് കളിച്ചത് കൊണ്ടോ അല്ലൊന്നുമില്ല. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട്, നമ്മൾ വളരെ ജെന്യൂനായിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട്. അവർ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളും കൂടെ ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ അടുത്ത ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നടിമാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം സിനിമകൾ ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ സിനിമകൾ വിളിക്കണം. ഞാൻ എഴുതിയ 2 സിനിമകളിലും ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്, ലാസ്റ്റ് എഴുതി. അതല്ലാതെ മല്ലിക ആൻറ്റി, എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, എടുത്ത് പറയാൻ പറ്റും. ഇപ്പം അജു പോലും ചിലപ്പോൾ അതിൽ ഉൾപ്പെടില്ല. ബിക്കോസ് അജു എൻ്റെ അടുത്തറിയുന്ന സുഹൃത്താണ്. എന്നാൽ പോലും എനിക്ക് എൻ്റെ അടുത്ത സിനിമയിൽ അജു ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ചില ആക്ടേഴ്സ് നമ്മൾ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും സുഹൃത്തുക്കളുടെ ഇടയിൽ അവർ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ആലോചിക്കുന്ന അളിയ നീ പടത്തിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവണം. അൽത്താഫ് എന്നെ ഫഹദിൻ്റെ ഓടും കുതിരയിൽ വിളിച്ചപ്പോഴും അളിയനൊരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമുക്കവിടെ കഥയോ ഇതൊന്നുമല്ല വിഷയം. നമ്മൾ അവരുമായിട്ട് കീപ്പ് ചെയ്യുന്ന ബന്ധവും സൗഹൃദവും ഇതൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസിൽ ജയസൂര്യ പറയുന്ന പോലെ സിനിമ എനിക്ക് സൗഹൃദം കൂടിയാണ്. അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ പലതും അങ്ങനെയുള്ള സുഹൃത്ത് വലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള സിനിമകളെ ഞാൻ ക്യാരക്ടർ നോക്കാറില്ല, ഇത് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. നേരെ അവരെ പോയിട്ട് സിനിമകളിൽ പോയിട്ട് ഞാൻ അബാമിൻ്റെ 3-4 സിനിമകൾ ചെയ്തു. അതിലെനിക്ക് കഥാപാത്രം അറിയില്ല, ഇതറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ അവരുടെ എനിക്ക് ഷീല ചേച്ചിയായിട്ട് അബ്രാം ചേട്ടനായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം, അവർ ഏത് സിനിമയാണെങ്കിലും അത് എന്താണെങ്കിലും ഞാൻ പോയിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു കരിയറിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ കളിച്ച് നമ്മൾ സ്മാർട്ടായി നമ്മൾ അങ്ങനെ വെച്ച് ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സിനിമ ചെയ്യേണ്ട ആളോ അല്ല. ഞാൻ ഒരിക്കലും ചെയ്യുമല്ലോ. നേരത്തെ പറഞ്ഞ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കളിക്കുകയാണ്. പക്ഷേ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്, വേറെ രീതിയിലെന്ന് മാത്രം. ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കളി വരുന്നുണ്ട്. അത് കളി വരുന്നുണ്ടെന്നല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് തീരുമാനം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്നത് നിർത്തണം, കുറക്കണം, ഇത് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ, പ്രശ്നമുണ്ടോ. അപ്പം അത്തരത്തിലുള്ള എനിക്ക് അകറ്റി നിർത്താൻ പറ്റാത്തതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റെഫി മധുരമനോഹര മോഹം കഴിഞ്ഞപ്പോൾ മധുരമനോഹര മോഹത്തിൽ എന്നെ ചെറിയൊരു പരിപാടിക്ക് വിളിച്ചിരുന്നു. സ്റ്റെഫി എത്രയോ കാലത്തിന്. അപ്പം ഇന്നലെ എനിക്ക് 2 ദിവസം മുന്നേ അപ്പം വളരെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അടുത്തൊരു പരിപാടി ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ പടത്തിലെ കോസ്റ്റ്യൂമർ സ്റ്റെഫി ആയിരുന്നു. എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധം. നീ ഒരു പരിപാടി ചെയ്യണം, ഞാനൊരു പരിപാടി പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ കഥ പോലെ എന്നോട് ഒന്ന് കഥ കേൾക്കണം, ഒന്ന് കഥ കേൾക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കഥ കേൾക്കണ്ട, നീ എന്നോട് പറയരുത് കഥ. എനിക്ക് കഥ പറഞ്ഞാൽ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ ബന്ധമായി പോകും. എനിക്കത് വേണ്ട. നീ ഡേറ്റ് പറയാൻ ഞാൻ വരിക, നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഞാൻ ബന്ധം സൂക്ഷിക്കുന്ന കുറേ പേര് എനിക്ക് ഇൻഡസ്ട്രിക്ക് അകത്തും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പുറത്തുമായിട്ടുള്ള കുറേ പേരുണ്ട്. അതുള്ളിടത്തോളം എനിക്കൊരിക്കലും സിനിമ ഇല്ലാതെ പോവില്ല. എപ്പോഴും സിനിമയുള്ളിടത്തോളം കാലം ഉണ്ടാവും. മലയാള സിനിമകളിടത്തോളം കാലം ഞാൻ ഉണ്ടാവും, ഉറപ്പല്ലേ? മലയാളത്തിൽ മാത്രമല്ല ബാക്കി ലാംഗ്വേജസിലും പതി പിടിക്കാം അല്ലേ? വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തമിഴിൽ നിന്ന് 1-2 പരിപാടിയൊക്കെ വന്നു. പക്ഷെ ഇവിടുത്തെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ ചെയ്യുന്ന കഥാപാത്രം ഇപ്പൊ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നു എന്തായാലും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡിലായിട്ട് പക്ക ഒരു സീരിയൽ കില്ലർ അങ്ങനത്തെ ലെവലിലൊക്കെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഫിലിം മേക്കിങ്ങിലും
ഞാൻ ഉണ്ടാക്കി വെച്ചല്ല ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ആലോചിച്ച് വെച്ച കഥകൾ സിനിമയാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാവർക്കും നമ്മൾ സിനിമയിൽ വന്ന് സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിലിം മേക്കിംഗ് ആണ്. അപ്പം ആദ്യ സിനിമ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ എനിക്ക് വിഷമങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യ സിനിമ എനിക്ക് പ്രിയപ്പെട്ടതല്ല എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആദ്യ സിനിമ പ്രിയപ്പെട്ടതാണ്, പക്ഷെ എനിക്ക് അത് നല്ലൊരു പടമായിരുന്നു. കാരണം മേക്കിംഗ് വൈസ് ഇറങ്ങിയ അത്രയും കാലം ടെക്നിക്കലി സ്വാഭാവികമായിട്ട് ഞാൻ അത്യാവശ്യം പടം ചെയ്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ നമ്മൾ പണിയറിയാതെ വരുന്നതല്ലല്ലോ. നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇപ്പോൾ ജോമോനും റോബി കണ്ണൂർ സ്ക്വാഡ് ചെയ്ത് റോബിയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ സപ്പോർട്ട് ടീമൊക്കെ ഗംഭീര ടീമാണ്. പിന്നെ നമുക്കും പരിപാടി അറിയാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് പരിപാടി അറിയാം. ടെക്നീഷ്യന്മാർ ഇവിടെ എത്രയോ പേരുണ്ട്. ഇവിടെ ഇല്ലാത്ത നല്ല റൈറ്റേഴ്സും നല്ല കഥകളും ഇതാണ് ഇവിടെ കുറഞ്ഞു പോകുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ കുറച്ച് സിനിമകളിലേ ഓടുന്നത്. അപ്പം ടെക്നീഷ്യന്മാരിന് ഒരു ദാരിദ്ര്യമില്ല ഇവിടെ. ഉഗ്രൻ DOPമാരുണ്ട്, ഉഗ്രൻ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ആവശ്യം നല്ല സബ്ജക്റ്റുകൾ. ഞാൻ ആദ്യം തന്നെ ഇതായപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ആ സിനിമ വേറൊരാളുടെ ചിലവിൽ ചെയ്തു കഴിഞ്ഞാൽ അത് റിസ്ക് വരുത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഞാനും അജുവും വിശാഖും കൂടെ ഒരു കമ്പനി തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ചിലവിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റാണ് ലവ് ആക്ഷൻ. അതിന് നഷ്ടമായിക്കോട്ടെ അതിൻ്റെ ലാഭമായിക്കോട്ടെ നമുക്കിടയിൽ, അല്ലെങ്കിൽ നമ്മളെ വേറെ ആരോടും അതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സക്സസ് ആയിരുന്നു. ആ സമയത്ത് ഓണത്തിന് ഓടി. പക്ഷേ അതിനകത്ത് രണ്ടാമതൊരു സിനിമ ചെയ്യുന്ന, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സിനിമയിൽ വരുമ്പോൾ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ മുന്നോട്ട് സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിന് സ്വാഭാവികമായിട്ടും എടുക്കുന്ന സമയം, ടൈം, അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഒരു ഹിറ്റ് അടിച്ചാൽ പോലും അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1.5 വർഷം ഗ്യാപ്പ് വരും. അതിൻ്റെ പ്രിപ്പറേഷൻ, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്. അപ്പം ഓൾട്ടർനേറ്റ് ഒരു കരിയർ ഓപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് DS ആയിരിക്കില്ല, അത് വേറൊരു ഇതും കൂടെ വെച്ചിട്ടായിരിക്കും. DS എന്ന് വെച്ചാൽ ഇല്ല, ഞാൻ വേറെ പേരിലായിരിക്കും അത്. അപ്പോൾ അതിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഞാനൊരു 2-3 പടങ്ങൾ ലൈനപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തൊരു April May ഫസ്റ്റ് പടം അനൗൺസ് ചെയ്യും. സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞേ, ഇത്തരത്തിലെ ബന്ധങ്ങളെ നമുക്ക് എത്ര ഇത് വെക്കലും ഒഴിവാക്കിയാലും നമ്മളെ കൂടെ തന്നെ അതാണ്. ഇത് മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. നാളെ എന്താ പറയണ്ടേ, നമ്മൾ ആ ബന്ധങ്ങൾ കൊണ്ട് നിൽക്കുന്നു. അപ്പൊ നമ്മളും ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണമല്ലോ. അപ്പൊ നാളത്തെ എന്താ അവസ്ഥ എന്നല്ല. ഇപ്പൊ ഞാൻ ചില സമയത്ത് കഴിഞ്ഞ ദിവസം അഭിലാഷിന്റെ ആനന്ദ് ശ്രീബാലയില് ഞാൻ ചെറിയൊരു അഭിലാഷ് ആളെയെ എന്നെ വിളിച്ചിട്ടാണ് അളിയാ ചെറിയ പരിപാടി. അപ്പം എനിക്ക് പരിപാടി അറിയില്ല. രാവിലെ 2 ദിവസം മുന്നേ വിളിച്ചിട്ടാണ് അളിയാ ഫ്രീ ആണോ മറ്റന്നാളെന്ന് വെച്ചു. ഞാൻ അപ്പം ഞാൻ ഒരു ദിവസത്തേക്ക് വീട്ടിലേറ്റം വന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെറിയ പരിപാടി വെച്ചിട്ടുണ്ട്, മറ്റന്നാൾ വെക്കട്ടെ. ഞാൻ വാ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അവൻ്റെ കാറിൽ അഭിലാഷ് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. രാവിലെ അഭിനയിക്കുന്നു, തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. എന്നെ സംബന്ധിച്ചിടത്ത് ഷൂട്ടിംഗ് ആണ് അപ്പോൾ എനിക്ക് കഥ അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ പോയിട്ടാണ് ഞാൻ വിഷ്ണുവിനെ കാണുന്നത്. അപ്പം മറ്റന്നാൾ റിലീസാണ് ആനന്ദ്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ തിരിച്ചു വന്ന സമയത്ത്, ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇനി ഇറങ്ങിയെന്ന് പരിപാടി പ്രൊജക്റ്റുകൾ. കാരണം എന്നെ സംബന്ധിച്ച് അഭിലാഷ് എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്രയോ കാലങ്ങൾ തൊട്ടപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ അയൽവക്കാണ്. അങ്ങനെ പറഞ്ഞു അഭിലാഷ് ചോറ്റാനിക്കറിയാം. ഞാൻ അവിടെ നിന്ന് നമ്മളൊന്നും എത്തില്ല. എത്രയോ കാലങ്ങൾ നമ്മളിവിടെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതിൽ തന്നെ മാളികപ്പുറം അല്ലെങ്കിൽ 10ാം വളവ് ഇതിലൊക്കെയാണ് നമ്മൾ അഭിലാഷിനെ അറിയുന്നത്. അപ്പം എന്നോട് പറഞ്ഞു വെച്ചാൽ, നാളെ ഞാൻ രാവിലെ തൊട്ട് അളിയൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമ എന്ന് വെച്ചാൽ മിക്ക സിനിമാക്കാരുമായിട്ട്, കാരണം അടുത്ത കാലത്ത് വന്ന സെലിബ്രിറ്റി സ്ക്രീൻ പ്ലേ റൈറ്റർ, ഓക്കെ, എത്ര പേർക്ക് റൈറ്റേഴ്സിൻ്റെ മുഖം നമുക്കറിയാം. കാരണം പക്ഷെ അഭിലാഷ് അങ്ങനെയല്ല. അഭിലാഷ് എല്ലാവരുമായിട്ട് അഭിലാഷ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബന്ധം, ആക്ടേഴ്സുമായിട്ട് ആയിക്കോട്ടെ, അവരുമായിട്ടുള്ള അസോസിയേഷൻ, എല്ലാ ദിവസവും പണിയെടുക്കുന്നതാണ്. ഞാൻ എപ്പോഴും കാണുന്ന സമയത്ത് അതിന് ഒന്നുകിൽ ഹിന്ദിയിൽ അവിടെ ബോംബെയിൽ ഞാൻ ബോംബെയിൽ വിക്കി കൗശലിനെ കാണാൻ പോയത്. അപ്പം ഞാൻ വിക്കി കൗശലിനെ കാരണം ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് ഒരു ദിവസം പോലും വെറുതെ കളയരുത്. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, പടം ചെയ്യുക, കയ്യിലുള്ള കഥകളൊക്കെ അളിയനങ്ങാട് ചെയ്തു പോകും. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കടുങ്കൈ പോലെ ഞാനത് ഇറങ്ങി പുറപ്പെടുക. നല്ല കഥകളാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആരും ഇല്ലെങ്കിൽ, എനിക്ക് ആരും ഇല്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ തീർന്നു, പറ്റി
അങ്ങനെയുള്ള ഘട്ടത്തിൽ എനിക്ക് 2 പേരെ എനിക്ക് വിശ്വാസമുള്ളൂ, എനിക്ക് ഡേറ്റ് വരുന്നു, അതൊന്ന് ഉണ്ണിയും അളിയനാന്ന് പറഞ്ഞു. സി അതെന്ന് വെച്ചാൽ അത് ഞാനപ്പോൾ അളിയനോട് അഭിലാഷിനോട് തിരിച്ചും പറഞ്ഞു, ഞാൻ ഇതേപോലെ അളിയ ഇതേപോലെ പടങ്ങളൊക്കെ പടങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്തെങ്കിലും നശിച്ചു പോയിരുന്ന സമയത്ത് അളിയൻ ഇതേപോലെ വലിയ നിലയിലെത്തുവാണെങ്കിൽ എന്നെ വെച്ചൊരു പടം ചെയ്യാം, എന്താ അളിയ നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഇതുണ്ടാ ഈ ഒരു സാധനം ഉണ്ടായാൽ മതി. കാരണം എപ്പോഴും വേണമെങ്കിൽ നമുക്ക് സിനിമയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും, മാജിക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇന്നൊരു പടം പൊട്ടി നിൽക്കുന്നവൻ്റെ കയ്യിൽ നാളെ എപ്പോഴും ഫസ്റ്റ് പടം പൊട്ടി നിൽക്കുന്ന ചില ഡയറക്ടർമാരുടെ അടുത്ത് രണ്ടാമത് ചിലപ്പം നാളെ അയാളുടെ കയ്യിൽ വേറൊരു നല്ല കഥ കിട്ടുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പടം പൊട്ടിയത് കൊണ്ട് ഇവർക്ക് ഭയങ്കര എന്താ പറയണ്ടേ, പിന്നീട് ഒരു സെക്കൻഡ് പടം പുൾ ഓഫ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഗൗതമൻ്റെ രഥം എന്ന് പറഞ്ഞ പടം ചെയ്ത ആളാണ് വാഴ ചെയ്തത്, ആനന്ദ് അല്ലേ? അപ്പം ഗൗതമൻ്റെ രഥം നമ്മളാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്, ഫണ്ടാസ്റ്റിക് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അജു എൻ്റെ അടുത്ത് അല്ല വിശാഖൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അപ്പം കഴിഞ്ഞ ദിവസം വിപിന് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ, വിപിൻ ഇങ്ങനെ കുറച്ച് ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് ഡയറക്ടേഴ്സിനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പൊട്ടൻഷ്യലുള്ള ചിലപ്പോൾ അവരുടെ ഫേറ്റ് കൊണ്ട് ആ സിനിമ ചിലപ്പോൾ അന്ന് ഭയങ്കര റീച്ച് കിട്ടാതെ പോവുകയും എന്നുവെച്ചാൽ പറഞ്ഞാൽ മോശം സിനിമയായിട്ടല്ല, പക്ഷേ അന്നത്തെ ചിലപ്പോൾ റിലീസിൻ്റെ ആയിരിക്കാം, റോങ് റിലീസിൻ്റെ ആയിരിക്കാം, സിനിമ റീച്ച് കിട്ടാതെ പോവുകയും പക്ഷേ പൊട്ടൻഷ്യലുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്കൊരിക്കലും രണ്ടാമത്തെ പടം ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും പിന്നെയും വീണ്ടും. കാരണം എല്ലാവരും പറയാം ഇത് ഓടാത്ത സിനിമയുടെ സംവിധായകനല്ലേ. അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ നല്ല മെറ്റീരിയൽ ഉണ്ടാവും, നല്ല കണ്ടന്റ് ഉണ്ടാവും, പക്ഷേ ഓടാത്ത സിനിമയുടെ അല്ലെങ്കിൽ ഓടിയില്ലല്ലോ തിയേറ്ററിൽ ഓടാത്ത സിനിമയുടെ സംവിധായകൻ. അപ്പോൾ അത്തരത്തിൽ ഏത് കാലത്തിൽ വേണമെങ്കിൽ, അതാണ് ഇപ്പോൾ വാഴയൊക്കെ എപ്പിക് എക്സാമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോ ആലുണ്ട് കണ്ടു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സക്സസ് എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഒരു സിനിമ അപ്പം അങ്ങനെ വീണ് നിൽക്കുന്ന അല്ലെങ്കിൽ വീണുപോയ കുറേ സംവിധായകരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഞാൻ ചെയ്ത സിനിമകളുടെ മാത്രമല്ല ഞാൻ പറഞ്ഞ, അതല്ലാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്താ പറയണ്ട കഷ്ടപ്പെടുന്നതും, പക്ഷെ പലപ്പോഴും അവർ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ട് അവരതിൽ ഉഗ്രം മെറ്റീരിയൽ ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പരിപാടി ഉണ്ടാവും. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് 1000 Babies ചെയ്ത് നജീംഖാൻ്റെ അടുത്ത് കുറേ കഥ പറഞ്ഞിട്ടുള്ള, ഞാൻ എപ്പോഴും പുള്ളിൻ്റെ അടുത്ത് പറയാൻ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കിക്കണ്ടത് 1000 Babiesൻ്റെ സഞ്ജു എന്നോട് ഇടക്കിടക്ക് പറയുന്നുണ്ട് ഈ പരിപാടി ഉഗ്രം പരിപാടിയാണ്. അപ്പം നജീംഖ 2 countries കഥ നജീംഖയുടെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഓക്കെ എന്നുവെച്ചാൽ അതിൻ്റെ സ്റ്റോറി നജീംഖയുടെ 2 countries. അപ്പോൾ അത് ഇപ്പം ഞാൻ പറയുമ്പോഴാണ് എനിക്ക് വിലറിയാം. അപ്പോൾ എത്രയോ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ കയ്യിലുള്ള ഗംഭീര കഥകളുണ്ട്. പക്ഷേ 1000 Babies വേണ്ടി വന്ന് പുള്ളിക്കൊരു റെക്കഗ്നീഷൻ കിട്ടാനും, അപ്പം നമ്മൾ എത്രയോ ചർച്ചകൾ ഞാൻ പുള്ളിയായിട്ട് എത്രയോ ഒരു സമയം ഒരു കുറച്ച് വർഷം മുന്നേ എത്രയോ കഥകൾ ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇതെന്താണ് സിനിമ കഥ, ഇതെന്താ പരിപാടിയാകാത്ത. അപ്പോൾ പുള്ളി ഇങ്ങനെ ചെയ്യണം അവരിപ്പം ചെയ്യും ഉള്ള സാധനം. നമ്മളത് ചില ആൾക്കാരെ സക്സസ് കാണുന്ന സമയത്ത് അതിന് ചിലപ്പോൾ ഒരു സമയം എടുക്കുമായിരിക്കും, പക്ഷെ അതെല്ലാം ഇതൊക്കെ സിനിമ തന്നെ നമ്മളാ എഫേർട്ടും നമ്മളാ ഹാർഡ് വർക്കും ഇടുകയാണെങ്കിൽ ഇതൊക്കെ സിനിമ തന്നെ തിരിച്ചു വരും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അഭിനയത്തിനപ്പുറം ഈ ഫിലിം മേക്കിങ്ങിലോട്ടൊരു കമ്പം അല്ലെങ്കിൽ ഇഷ്ടം വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അഭിനയം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നമ്മുടെ ബന്ധങ്ങളെ കീപ്പ് ചെയ്യുക, നമ്മുടെ പരിപാടിക്ക് വേണ്ടിയും, മറ്റേത് ഒരു പാഷനും ഫിലിം മേക്കിംഗ് അത് ഇതൊന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് പുറത്ത് വരാതെ എനിക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടും ഞാൻ ഇത് ഒന്നുകിൽ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തൊരു പരിപാടി ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു നിർത്തിയില്ല, ഒരു നിർത്തിയും വേണ്ട, അത്ര ആസ്വദിച്ചിട്ട്. അതെ അതെ, സുനി ചേച്ചി നല്ലൊരു അത്ലറ്റ് ആയിരുന്നു. യെസ്, ഒരു കാലത്ത് അല്ലേ? മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരു സമയം വരെ എനിക്കതൊരു വിഷമമായിരുന്നു, ഒന്നും ആകാതായിപ്പോയല്ലോ എന്നുള്ള. ഹാൻഡ്ബോൾ ഷോട്ട് പുട്ടോ? ഹാൻഡ്ബോൾ, ജവലിൻ ത്രോ, ഷോട്ട് പുട്ടെല്ലാം. ഹാൻഡ്ബോളിന് കേരളത്തിന് വേണ്ടി കളിക്കാൻ പോയിട്ടുണ്ട്, 2 വെങ്കലം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ ഒന്നും കല്യാണം കഴിഞ്ഞു, വീട് കുടുംബം ആ ഒരു ഇതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മോചനം. ഇപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, അയ്യോ ഞാനൊക്കെ ഒന്ന് ഇത്രയൊക്കെ കിടന്നു കുറേ അറിയാമല്ലോ സ്പോർട്സ് നമ്മളെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ആ ഇത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഓർക്കുന്നേ ഇല്ല. അത് നല്ലതായിരുന്നു, അതിൽ നിന്നൊന്നാകാൻ പറ്റാത്തത് നന്നായിരുന്നു ഇപ്പൊ വിചാരിക്കുന്നു. അന്ന് നഷ്ടപ്പെട്ടോളൂ ഇന്ന് സിനിമയിൽ പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ കാണുന്നു. അതെ, അന്ന് നഷ്ടപ്പെട്ട ഇന്ന് ഗെയിൻ ചെയ്യാനായിരിക്കും. ശരിക്കും നമ്മുടെ പുതിയ പടം ഐഡിയ അല്ലേ? ഐഡിയ ഇത് ഫേക്ക്. ശരിക്കും നമ്മൾ ഡയറക്ടർ എടുത്തെന്ന് പറഞ്ഞാൽ സംവിധായകനാണല്ലോ ഇതിൻ്റെയൊക്കെ ഇത്. ശരിക്കും എന്താണ് ഐഡിയ ഇത് ഫേക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരു
ഫാമിലി അവരുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇത് പക്ഷേ അതല്ല കാണിക്കുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയയിലെ ബിസിനസ്സുകൾ, അതായത് അഡൽട്ടായിട്ടുള്ള പല ആപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ അകപ്പെട്ടു പോകുന്ന ഒരു വിഷയം, അതിൽ ഭാര്യ അറിയാതെ ഹസ്ബൻഡ് അതിനെ നേരിടുന്നതും അതിന് വേണ്ടി പോരാടുന്നതും ആ വ്യക്തിയെ കണ്ടെത്തുന്നതുമാണ് ഇത് പ്രമേയം. പ്രത്യേകിച്ച് എടുത്തു പറയുക ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. സസ്പെൻസ് ആയ ഒരു ക്ലൈമാക്സ്. അത് ഇതുവരെ ഒരു സിനിമയിൽ ഞാൻ ഇതുവരെ അങ്ങനൊരു ക്ലൈമാക്സ് വന്നിട്ടില്ല. അതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരുപാട് എക്സ്പെക്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണല്ലോ. എൻ്റെ ഒരു ഫസ്റ്റ് സംരംഭമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും സക്സസ്ഫുൾ ആവട്ടെ. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നിടത്തല്ലേ കാര്യമല്ലേ? ഒരുപാട് തത്വം നന്നായോ? കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.